ബി.ജെ.പിയുടെ നയങ്ങളോട് വിയോജിക്കുന്നവർ ദേശവിരുദ്ധരല്ലെന്ന പരാമർശത്തോടെ ബി.ജെ.പിയെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് എൽ.കെ. അദ്വാനി. ഇടഞ്ഞു നിൽക്കുന്ന അദ്വാനിയെ അനുനയിപ്പിക്കാൻ ആർ.എസ്.എസ്. തലവൻ മോഹൻ ഭാഗവത് നേരിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അദ്വാനിയും മുരളി മനോഹർ ജോഷിയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കലാപക്കൊടി ഉയർത്തുന്നത് ബി.ജെ.പിക്ക് തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് ആർ.എസ്.എസ്. തന്നെ നേരിട്ട് പ്രശ്ന പരിഹാരത്തിനിറങ്ങിയിരിക്കുന്നത്. ആദ്യം രാജ്യത്തിനാണ് തന്റെ പരിഗണനയെന്നും ഏറ്റവും ഒടുവിലാണ് സ്വന്തം കാര്യമെന്നും അദ്വാനി തന്റെ ബ്ലോഗിലൂടെ വിശദീകരിച്ചിരുന്നു. ആദ്യം രാജ്യം, പിന്നെ പാർട്ടി, അവനവൻ അവസാനം എന്ന തലക്കെട്ടിലാണ് അദ്വാനിയുടെ ബ്ലോഗ് കുറിപ്പ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് തന്നെ വൈവിധ്യങ്ങളോടും അഭിപ്രായ സ്വാതന്ത്ര്യത്തോടുമുള്ള ബഹുമാനമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ടാണ് അദ്വാനിയുടെ വിമർശനമെന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും വിലയിരുത്തിയതോടെയാണ് ബി.ജെ.പി. പ്രതിരോധത്തിലായത്. പാർട്ടിയുടെ ആരംഭകാലം മുതലേ ബി.ജെ.പി. തങ്ങളോട് വിയോജിപ്പുള്ളവരെ രാഷ്ട്രീയ ശത്രുക്കളായല്ല, മറിച്ച് പ്രതിയോഗികളായാണ് കാണുന്നതെന്നും അദ്വാനി ബ്ലോഗിൽ ചൂണ്ടിക്കാട്ടി. പാർട്ടിയുടെ സ്ഥാപക നേതാവെന്ന നിലയിൽ അദ്വാനി നടത്തിയ പരാമർശങ്ങൾ ബി.ജെ.പിയെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്നവയാണ്. ബ്ലോഗ് വിവാദമായതോടെ ബി.ജെ.പിയുടെ സാരാംശമാണ് എൽ.കെ. അദ്വാനി അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ ചൂണ്ടിക്കാട്ടിയതെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ തടി തപ്പാൻ ശ്രമിക്കുകയാണ്. രാജ്യം ആദ്യം, പാർട്ടി പിന്നീട്, അവസാനം വ്യക്തി എന്നത് ബി.ജെ.പിയെ നയിക്കുന്ന മന്ത്രമാണെന്നാണ് മോദി ട്വീറ്റ് ചെയ്തത്. രാഷ്ട്രീയ ഗുരുനാഥൻ എൽ.കെ. അദ്വാനിക്ക് മോദി സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയാണ് അതിശക്തമായ അദ്വാനിയുടെ മറുപടി വന്നിരിക്കുന്നത്. 1998 മുതൽ 5 തവണ ഗാന്ധിനഗറിൽ നിന്നും MP ആയ അദ്വാനിയെ വെട്ടിനിരത്തി പകരം വിശ്വസ്തനായ ബി.ജെ.പി. അധ്യക്ഷൻ അമിത്ഷായ്ക്ക് സീറ്റ് നൽകിയാണ് മോദി ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് 91-കാരനായ അദ്വാനിയെ രാഷ്ട്രീയത്തിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കിയിരിക്കുന്നത്. 2 MP-മാരുമായി പാർലമെന്റിന്റെ മൂലയ്ക്കൊതുങ്ങിയ ബി.ജെ.പിയെ രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ ശക്തിയാക്കിയ നേതാവാണ് ലാൽകിഷൻ അദ്വാനി എന്ന ആർ.എസ്.എസിന്റെ പഴയ പടക്കുതിര. വാജ്പേയിക്കും നരേന്ദ്രമോദിക്കും പ്രധാനമന്ത്രി പദമേറാനുള്ള രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ച നേതാവാണ് അദ്വാനി. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട അദ്വാനി നടത്തിയ രഥയാത്രയും രാം ജന്മഭൂമി പ്രക്ഷോഭവുമാണ് കോൺഗ്രസിന്റെ മേധാവിത്വം തകർത്ത് ബി.ജെ.പിക്ക് രാജ്യഭരണം സമ്മാനിച്ചത്. ഉത്തരേന്ത്യ ഇളക്കിമറിച്ച അദ്വാനി നടത്തിയ രഥയാത്രയുടെ സഹായിയായിരുന്നു നരേന്ദ്രമോദി. ജനസംഘത്തിലൂടെയും ജനതാ പാർട്ടിയിലൂടെയും ഒടുവിൽ ബി.ജെ.പിയിലൂടെയും രാജ്യത്ത് ഹിന്ദുത്വ വികാരമുയർത്തി ബി.ജെ.പിയെ അധികാരത്തിലെത്തിച്ചത് അദ്വാനിയുടെ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളായിരുന്നു. ഭൂരിപക്ഷം തികയാതെ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും രാജിവെക്കേണ്ടി വന്ന എ.ബി. വാജ്പേയിയെ 303 സീറ്റുകളുടെ ഭൂരിപക്ഷവുമായി 1999-ൽ പ്രധാനമന്ത്രിയാക്കിയത് അദ്വാനിയുടെ തന്ത്രങ്ങളായിരുന്നു. വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോൾ അദ്വാനിക്ക് ഉപപ്രധാനമന്ത്രി സ്ഥാനമാണ് ലഭിച്ചത്. ബി.ജെ.പിയിലെ രാമലക്ഷ്മണന്മാരായാണ് വാജ്പേയിയും അദ്വാനിയും വാഴ്ത്തപ്പെട്ടത്. അന്ന് ബി.ജെ.പിയിലെ അധികാര കേന്ദ്രങ്ങളുടെ 7 അയലത്ത് പോലും മോദി ഉണ്ടായിരുന്നില്ല. തന്റെ പ്രിയ ശിഷ്യനായ നരേന്ദ്രമോദിയെ വാജ്പേയിയുടെ എതിർപ്പ് പോലും അവഗണിച്ച് വളർത്തിക്കൊണ്ടുവന്നത് അദ്വാനിയായിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായ കേശുഭായ് പട്ടേലിനെ ഒതുക്കാൻ മോദിയെ 2001-ൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയാക്കിയത് അദ്വാനിയായിരുന്നു. അദ്വാനിയുടെ വിനീത വിധേയനായി നിന്നാണ് മോദി 5 തവണയും അദ്വാനിയെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്നും വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചത്. പാകിസ്ഥാൻ സന്ദർശനത്തിൽ മുഹമ്മദ് അലി ജിന്നയെ അദ്വാനി പ്രകീർത്തിച്ചതാണ് ആർ.എസ്.എസിന്റെ എതിർപ്പും അമർഷവും ക്ഷണിച്ചു വരുത്തിയത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരുന്ന അദ്വാനി 2016-ൽ മത്സരിക്കേണ്ടതില്ലെന്ന് ആർ.എസ്.എസ്. നിലപാടെടുത്തു. ഇതോടെ അദ്വാനിയും ആർ.എസ്.എസും ഇടഞ്ഞു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ആർ.എസ്.എസ്. ഉയർത്തിക്കാട്ടി. ഭരണം ലഭിച്ച് മോദി പ്രധാനമന്ത്രിയായതോടെ അദ്വാനി ബി.ജെ.പി. രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും ഒതുക്കപ്പെട്ടു. മന്ത്രിസഭയിൽ പോലും പങ്കാളിത്തം നൽകാതെ ബി.ജെ.പി. MP ആയി ലോക്സഭയിൽ മൂകനായിരുന്നു ലാൽകിഷൻ അദ്വാനി. പൊതുചടങ്ങുകളിൽ അദ്വാനിക്ക് മുഖം പോലും നൽകാതെ മോദി അപമാനിച്ചു. അമിത്ഷാ ബി.ജെ.പി. അധ്യക്ഷനായതോടെ അദ്വാനിയുടെ ഒറ്റപ്പെടൽ പൂർണ്ണമായി. അദ്വാനിക്ക് വേണ്ടി സംസാരിക്കാൻ മന്ത്രിസഭയിൽ സുഷമ സ്വരാജ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്വാനി അനുകൂലികൾ ബി.ജെ.പിയിൽ പൂർണ്ണമായും വെട്ടിനിരത്തപ്പെട്ടു. ഒടുവിൽ സീറ്റ് നിഷേധിച്ച് അദ്വാനിയുടെ രാഷ്ട്രീയ ജീവിതത്തിനും മോദി അവസാനം കുറിച്ചു. ബി.ജെ.പിയെ രാജ്യഭരണത്തിലെത്തിച്ച പഴയ സിംഹം ഇന്ന് ഒറ്റപ്പെടലിന്റെയും വഞ്ചനയുടെയും വേദനയിലാണ്. ഇതിലുള്ള അമർഷമാണ് ബ്ലോഗിലൂടെയുള്ള ഇപ്പോഴത്തെ ഗർജനം.